അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിലുള്ള കവ എന്ന സ്ഥലം കാണാൻ വേണ്ടി പോകുമായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് റോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മളിവിടെ കയറിയത്. റോക്ക് ഗാർഡൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടൈൽസ് അങ്ങനെ മറ്റു സാധനങ്ങളുടെ വേസ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത്. ഇലക്ട്രിക്കൽ ഫ്യൂസ് അതിൽ നിന്ന് വരുന്ന വേസ്റ്റ് വരെ എടുത്തിട്ട് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. 1996 ചണ്ഡീഗഡിലാണ് ഇങ്ങനെ ഒരു സംഭവം, ഇങ്ങനെ റോക്ക് ഗാർഡൻ എന്ന് പറഞ്ഞ സംഭവം ആദ്യമായിട്ട് ഉണ്ടാക്കിയത്. അവിടെ നേക്ചന്ദ് സൈനി എന്ന് പറയുന്ന ആൾ തന്നെയാണ് ഇവിടെയും ഈ പാലക്കാടുള്ള ഈ റോക്ക് ഗാർഡനും ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് നടന്ന് കാണാനായിട്ട് ഒരുപാട് സ്ഥലമുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ വഴികളെയും അതിൽ കൂടെയും കടന്നു കഴിഞ്ഞ് കാണാനൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. അപ്പം നമ്മൾ അതിൽ കൂടെ അങ്ങനെ കടന്നു പോവാണ്. നമ്മുടെ ഫുൾ ടീം നമ്മുടെ ഫ്രണ്ടിൽ ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. ഈ കാണുന്നത് മയിലിൻ്റെ ആകൃതിയിലുള്ള കുറച്ച് ശില്പങ്ങളൊക്കെ അവിടെ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. വഞ്ചി തുടങ്ങുന്ന ചേട്ടന്മാരും അതുപോലെ തന്നെ കുറേ തരത്തിലുള്ള കിളികളുടെ ശില്പങ്ങളും നമ്മളവിടെ കണ്ടു. ഈ വഴിയിലൂടെ കടന്നപ്പോൾ മഹാബലി തമ്പുരാൻ വാമനന്റെ ചവിട്ടേറ്റ് നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്യൂസുകൾ കൊണ്ട്, ഇലക്ട്രിക്കൽ ഫ്യൂസുകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഭിത്തി. അങ്ങനെ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞ് നമ്മൾ കവ എന്ന് പറയുന്ന സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ്. കുഴിയാനാണ്. നമ്മളങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ചെറിയൊരു അരുവിയുണ്ട്, അപ്പോൾ അവിടേക്ക് പോവാണ്. വനവാസം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്.
ഈ മരങ്ങളുടെ പിന്നിലേക്കായിട്ട് ഒരു റിസോർട്ട് ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. നമ്മൾ എവിടെയാണെന്നത് കണ്ടില്ല കേട്ടോ. അപ്പോൾ മറ്റേ ഉരുൾപൊട്ടൊക്കെ ഉണ്ടാവും ചിലപ്പോൾ. നല്ല മഴ അളിയൻ വരണേക്ക് അത് പോയി. ഫോറസ്റ്റിനെ പിടിച്ചിട്ടോ അളിയനെ? ഈ ഗാർഡ് മുഴുവൻ ഫോറസ്റ്റ് ആണെന്ന് പറഞ്ഞിറങ്ങി. എന്തിനാടി ലില്ലാൻ്റെ ഫോണിൽ കിട്ടാ അടിപൊളി നെറ്റ്. നോക്കിയടി സ്ഥലം നോക്കടി. മലമ്പുഴ ഡാമിനോട് സമീപം സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ കവ എന്ന് പറയുന്നത്. ഡാമിന്റെ റിസർവയറിനോട് ചേർന്നിട്ടുള്ള ഈ സ്ഥലം പ്രകൃതി ഭംഗിയുള്ള അടിപൊളി ഒരു സ്ഥലമാണ്. ഇതിനെ കവ ഐലാൻഡ് എന്നും പറയുന്നുണ്ട്. സംഭവം ഇതൊരു ഐലാൻഡ് അല്ലെങ്കിലും കവ ഐലാൻഡ് എന്നാണ് ഇതിനെ പറയുന്നത്. ഒറ്റ നോട്ടത്തിൽ കണ്ടു കഴിഞ്ഞാൽ ഒരു വലിയൊരു പാടം, അതിന് ചുറ്റുമായിട്ട് മലകള്, നടുവിലായിട്ട് കുറെ വെള്ളം, ഒരുപാട് കരിമ്പനകൾ ഇവിടെ ഉണ്ട്. ഉച്ചതിരിഞ്ഞാണ് ആളുകൾ കൂടുതൽ ഇവിടെ കാണാൻ വരാറുള്ളത്. നല്ലൊരു സിനിമ ലൊക്കേഷനാണ്. പ്രവേശന ഫീസ് ഇവിടെ ഇല്ല, തികച്ചും സൗജന്യമാണ് ഇവിടേക്കുള്ള എൻട്രി. പാലക്കാട് ടൗണിൽ നിന്ന് ഏകദേശം ഒരു 15 കിലോമീറ്റർ ദൂരം ഇവിടേക്കുണ്ട്. അത് മലമ്പുഴ ഡാമിൽ നിന്നാണെങ്കിൽ 7 കിലോമീറ്റർ ആണ്. മലമ്പുഴ ഡാമിൽ നിന്നും റോക്ക് ഗാർഡൻ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആനക്കൽ റോഡിലൂടെ കടന്ന് ഇടതുവശത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് നേരെ കവയിലേക്ക് എത്തിച്ചേരാം. ഇപ്പം നമ്മൾ കവ എന്ന് പറയുന്ന സ്ഥലത്തെത്തിൻ്റെ ആ കാണുന്ന പെട്ടിക്കടയുടെ സൈഡിലൂടെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. അവിടെ ഒരു അമ്മാമ്മ ഒരു പെട്ടിക്കടയ്ക്ക് നിർത്തുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ചെറിയൊരു ഹോട്ടലും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാം. ഞങ്ങൾ ഭക്ഷണം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ അവിടെ ഇരുന്ന് തന്നെ കഴിച്ച്. അവിടെ നല്ലൊരു മരമൊക്കെ ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ അടിയിലിരുന്നിട്ടാണ് ഭക്ഷണം കഴിച്ചത്. മഴക്കാലത്ത് ഈ സ്ഥലം കാണാൻ ഭയങ്കര ഭംഗിയാണ്. മഴയാകുമ്പോൾ വെള്ളം മുഴുവനായിട്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. മരങ്ങളൊക്കെ വെള്ളത്തിൽ നിൽക്കുന്നതാണ് എനിക്കായിട്ട് നല്ല സ്റ്റൈലാണ്.
അതിന് മനസ്സിലായി ഞാൻ വീഡിയോ ഇടുന്നേ. അപ്പോൾ പോയിട്ട് പതുക്കെ പോയിട്ട് പോസ്റ്റ് ചെയ്ത് വരുന്നേ. സൂത്രയ്ക്ക് അപ്പം മനസ്സിലായി. അപ്പം നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാനാട്ടാ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരോടും താങ്ക് യു, ബൈ.